അതോ പിന്നെ പേടിച്ച് എങ്ങനെയെങ്കിലും ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിന്നോട് പറയുന്നേ. കേരള രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യ അടിച്ചു കൊല്ലും. ഓ അയ്യോ അണ്ണ മിണ്ടല്ലേ. ഞാൻ ഇച്ചിരി രഹസ്യം ഈ ഫോണിൽ കൂടെ പറയാ, അത് സമ്മതിക്കത്തില്ല. ഞാൻ വിളിച്ച് ഇവിടെ പതുങ്ങി വന്നിരുന്ന് എന്റെ കൂട്ടുകാരനായിട്ട് സംസാരിക്കുക. ഏത് കൂട്ടുകാരനായിക്കോട്ടെ, ഇവ എന്നെ പേടിപ്പിക്കാവോ? ഇവിടത്തെ വിഷയങ്ങളൊക്കെ അറിയാമല്ലോ, ചുമ്മാ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. എനിക്കൊന്നും അറിയത്തില്ലടാ. എന്ത് വിഷയമാ ഇവിടെ? എന്തൊക്കെ പ്രശ്നങ്ങളാണല്ലോ. ഇപ്പൊ ഓരോ പ്രസ്താവനകൾ കേട്ട് ഞാൻ പേടിച്ചിരിക്കുക. ഇത് രഹസ്യമായിട്ട് ഞാൻ ആരും അറിയാതെ അങ്ങ് കൂട്ടുകാരന്റെ കയ്യിലോട്ട് കൊടുക്കും. കാര്യം പിടിച്ചോണ്ട് വല്ല ഐസിലൊക്കെ നിർത്തിയാലേ നമ്മളാ രഹസ്യങ്ങൾ അറിയാന്ന് പറഞ്ഞേ കൊണ്ടങ്ങ് പോകും. അതല്ല, നീ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെരിയുന്നു ഇങ്ങോട്ട് ചെരിയുന്നു എന്ന് പറഞ്ഞ രഹസ്യമായിട്ട് ഈ പോച്ചരടയിൽ ഇന്നാൾ വിളിച്ചു ചെയ്യുന്നില്ലേ, അതുപോലെ വല്ലവനും ഉണ്ടെങ്കിൽ. പത്രസമ്മേളനങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണോ? എല്ലാം എനിക്കറിയാന്ന്. പത്രസമ്മേളനത്തിൽ ഇപ്പോ പിണറായി സഖാവ് സംസാരിച്ചതിന് ശേഷം അൻവർ സഖാവ് സംസാരിക്കുന്നു. അൻവർ സഖാവ് സംസാരിച്ചതിന് ശേഷം വീണ്ടും പിണറായി സഖാവ് സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറി സംസാരിക്കുന്നു. ഇപ്പൊ സുധാകരന് സംസാരിക്കാൻ തുടങ്ങി. സുധാകരന്റെ അടുത്ത് പത്രക്കാർ ചോദിച്ചു, എന്തുവാ സുധാകരൻ സാറേ ഇവിടെ നടക്കുന്നത്? അൻവറിനെ കൊണ്ടുവന്നവർ തീരുമാനിക്കട്ടെ എന്താന്ന്. അൻവറിനെ എന്തിനാ കൊണ്ടുവന്നത്? അതാണ് സുധാകരൻ ചോദിക്കുന്നത്. മനസ്സിലായേ? അദ്ദേഹമാണ് ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ്. ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ് ആണ്ടാ പറഞ്ഞത്. ഇതൊക്കെ എം പി രാഘവൻ പോയില്ലേ, കെ ആർ ഗൗരവൻ പോയില്ലേ, എത്രയോ പാർട്ടി നേതാക്കന്മാര് പോയി. പക്ഷെ അവരാരെങ്കിലും ഇതുപോലെ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടോ? ഇതുപോലെ പാർട്ടിക്കെതിരെ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ സംസാരിക്കാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാ സുധാകരനോട് ചോദിച്ചത്. അപ്പൊ സുധാകരൻ കൃത്യമായ മറുപടി പറഞ്ഞു, ഇത് കൊണ്ടുവന്നവർ അനുഭവിക്കണം, ഇതൊന്നും വെച്ചുപറപ്പിക്കാൻ പാടില്ല. വെച്ചുപറപ്പിക്കാൻ പാടില്ല, ഇതിനെതിരെ നടപടി ഉണ്ടാവണം. ഇനി എന്താ അൻവറിന്റെ സ്ഥിതി? ഇനി അൻവറിന്റെ സ്ഥിതി വളരെ ദുരന്തമാ. ഓന്റെ പിന്നിൽ ആളുണ്ട്. എന്താളുണ്ടായാലും പാർട്ടിക്കെതിരെ സംസാരിച്ചാ വിടുകൂടാ? അത് വിടൂല. പാർട്ടിക്കെതിരെ സംസാരിച്ചാൽ ഇനി ഓന്റെ അടുത്ത് ആരുണ്ടെങ്കിലും വിടത്തില്ല. നിങ്ങൾ സീതാറാം യെച്ചൂരി മരിച്ചുപോയി. ഇനി ഒരു പാർട്ടി സെക്രട്ടറി ഇപ്പോൾ നിശ്ചയിക്കണ്ട എന്നാണ് സെൻട്രൽ കമ്മിറ്റിയുടെ തീരുമാനവും പൊളിറ്റിക്കയുടെ തീരുമാനവും. കൂട്ടാൻ പോകുന്ന കടയ്ക്ക് എന്തിനെങ്കിലും CCTV വെക്കേണ്ട കാര്യമുണ്ടാ? അതെന്തോ ആയിക്കോട്ടെ, സംസ്ഥാന നേതൃത്വത്തെയും ദേശീയ നേതൃത്വത്തെയും വെട്ടിലാക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സെക്രട്ടറിയെ ഇപ്പൊ വേണ്ട, കാരണം പാർട്ടി കോൺഗ്രസ് വരുമ്പോൾ വെക്കാനാ ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്തോ ആയാലും അതെന്തെങ്കിലും നടന്നോട്ടെ. പക്ഷെ ഈ അൻവറിന്റെ കാര്യത്തിൽ വ്യക്തമായ തീരുമാനമെടുക്കുവാൻ ഈ പാർട്ടി ഇപ്പോൾ ചില നിലപാടുകളുമായി മുന്നോട്ട് പോകും. അത് മതി. അത് പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറി തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അൻവർ പറഞ്ഞിരിക്കുന്നത്, നിലമ്പൂരിൽ ഞാൻ സമ്മേളനം നടത്തും, ആ സമ്മേളനം നടത്തിയിട്ട് ഞാൻ സമ്മേളനത്തിൽ കാര്യങ്ങൾ പറയും. എനിക്ക് ജനങ്ങളാണ് വലുത്, എനിക്ക് എല്ലാം ജനങ്ങൾ എന്നാണ് പറയുന്നത്. ഈ ജനങ്ങൾ എന്തോ ജനങ്ങളാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രമുഖമായ ഒരു പാർട്ടിയല്ലേ CPIM. ആ CPIM-നെ ദ്രോഹിച്ചുകൊണ്ട് അൻവർ നിൽക്കാൻ പറ്റുമോ? പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. കാരണം അൻവറിന് അങ്ങനെ നിന്നാൽ അൻവറിന്റെ പിന്നിൽ ആളുണ്ടെന്നാ വിചാരിക്കുന്നത്. ഒരാളും ഇല്ല. അൻവറിന്റെ വീടിനകത്ത് കൊണ്ടുവന്ന് അവർ ബോർഡ് വെച്ച്, ഇത് പാർട്ടിയെ അൻവർ വിചാരിക്കുന്ന പാർട്ടിയല്ല, DIC അല്ല, കോൺഗ്രസ് അല്ല, ഇത് ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണെന്ന് പറയുന്ന തരത്തിലാണ് അവിടെ ബോർഡ് കൊണ്ടുവച്ചത്. മനസ്സിലായി? അതുകൊണ്ട് വല്ലതും നടക്കുവോ? അപ്പൊ നടക്കത്തില്ല. അപ്പൊ പിണറായി വിജയനെ എതിർത്തുകൊണ്ട് BB അൻവറിന് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായോ? അത് കറക്റ്റ്. മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്, മുഖ്യമന്ത്രി ആയാലും പാർട്ടി സെക്രട്ടറി ആയാലും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായാലും അല്ലെങ്കിൽ അൻവർ ആയാലും ഇത് സമൂഹത്തോടാണ് പറയുന്നത്. അല്ലേ? അതെ, ഇത് സമൂഹത്തോടാ പറയുന്നത്, വേറെ ആരോടും അല്ല പറയല്ല. ആ സമൂഹത്തോട് പറയുമ്പോൾ അത് കൃത്യമായിരിക്കണം, കൃത്യതയുള്ളതായിരിക്കണം. അല്ലേ? ആ കൃത്യത ഉണ്ടാവണമെന്ന് നമ്മൾ പറയുന്നത്. അല്ലാതെ മുട്ടായി മാമനെ സംബന്ധിച്ച് വേറൊന്നും മുട്ടായി മാമന് താല്പര്യമില്ല. മുട്ടായി മാമൻ പഴയ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, അതെനിക്കറിയാലോ. അതുകൊണ്ടാണ് മുട്ടായി മാമൻ ഇത് പറയുന്നത്. നിങ്ങളൊക്കെ പറയുന്നത് ഈ പൊതുസമൂഹത്തിന്റെ മുന്നിലാണ്. ഈ പൊതുസമൂഹമാണ് നിങ്ങളെ ഈ തരത്തിലെത്തിച്ചത്. പൗഡർ ഇട്ട് നല്ല തേച്ചുടുപ്പിട്ടുണ്ട് നടക്കുന്നവനല്ല കമ്മ്യൂണിസ്റ്റുകാരൻ. അവൻ ത്യാഗം ചെയ്ത് ഉണ്ടല്ലോ, ഫേസിലൊക്കെ കറുപ്പുമൊക്കെ വന്ന് കഷ്ടപ്പെടുന്നവനാ കമ്മ്യൂണിസ്റ്റുകാരൻ. ആ കഷ്ടപ്പെട്ട് വരുന്നവനാ കമ്മ്യൂണിസ്റ്റുകാരൻ. എങ്കിൽ ഈ തൊപ്പിയും കണ്ണാടിയും വെച്ചോണ്ട് നിൽക്കാതെ ഇതുപോലെ നടന്നാ പോരെ? തൊപ്പിയും കണ്ണാടിയും വെച്ച് നടക്കാനേ ഈ മുട്ടായി മാമന്റെ ജീവിതം അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ടാ അങ്ങനെ നടക്കുന്നത്. മുട്ടായി മാമൻ ഇപ്പൊ ഇങ്ങനെ നടക്കുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല അതിനകത്ത്. മുട്ടായി മാമൻ ഇങ്ങനെ നടക്കണമെന്ന് തോന്നി, അങ്ങനെ നടക്കുന്നു, അല്ല വേറൊന്നുമില്ല. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റുകാരൻ എപ്പോഴും കൃത്യതയുള്ളവനായിരിക്കണം. അവൻ വേദനയിലൂടെയാണ് അവൻ ജീവിതം കണ്ടെത്തുന്നത്. അവൻ വേദനിച്ചാണ്. സമൂഹത്തോട് അവനൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആ കമ്മിറ്റ്മെന്റ് ഇവിടെ ഉണ്ടാവണം, എങ്കിലേ ഈ പ്രസ്ഥാനം ഇവിടെ വളരും. നിനക്കറിയോ? അറിയാം.
ലോകത്തെ 23 രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ അധികാരത്തിലാണ്. ഇപ്പൊ അവസാനം ശ്രീലങ്കയിലും വന്നിരിക്കുക. എന്തുകൊണ്ട് ഇന്ത്യയിൽ വന്നുകൂടാ? വരണമെങ്കിൽ ഇവരെ പോലുള്ളവര് അത്തരത്തിൽ ചിന്തിക്കണം. കറക്റ്റ്. മനസ്സിലായി? അങ്ങോട്ടൊക്കെ പോയാലോ?